നെക്സ്റ്റ് ഡിക്കേഡ് കൗണ്ടർ. ഡിക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് 10-നെയാണ് നമ്മൾ ഡിക്കേഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡ് 10-നെയാണ് നമ്മൾ ഡിക്കേഡ് എന്ന് പറയുന്നത്. ഡെസിമൽ പോലെ നമ്മൾ പഠിക്കുന്നതാണ് ഡിക്കേഡ്. അതായത് ഫസ്റ്റ് 0, അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ 1-ലേക്ക് പോകണം, ദെൻ 2-ലേക്ക് പോകണം, ദെൻ അഗെയിൻ 3, ദെൻ 4, 5, 5-ന് 6, 6-ന് 7, 7-ന് 8, 8-ന് 9, 9-ന് നേരെ എന്ത് ചെയ്യുക, 0-ലേക്ക് പോവുക. അപ്പോൾ 0 to 9 ആകുമ്പോൾ 10 കൗണ്ടാണ്. ഈ 0 to 9 തന്നെയാണ് BCDക്കകത്ത് വരുന്നത്, ബൈനറി കോഡ് ഡെസിമലിനകത്ത് വരുന്നത്. സോ ഡിക്കേഡ് കൗണ്ടറിൻ്റെ വേറൊരു പേരാണ് BCD കൗണ്ടർ. BCD കൗണ്ടറിൻ്റെ വേറൊരു പേരാണ് മോഡ് 10 കൗണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ മോഡ് 10 കൗണ്ടേഴ്സും ഉണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടുന്നത് 1, 0, 0, 1 വരെ വരുന്ന കണ്ടീഷൻസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വരേണ്ടുന്നത് 1, 0, 1, 0 എന്ന് പറയുന്ന കണ്ടീഷനാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ QA, QB, QC, QD 10 എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ നേരെ എന്ത് ചെയ്യണം, 0, 0-ലേക്ക് ക്ലിയർ ചെയ്യണം. സോ അവിടെ നമ്മൾ BCD ആഡർ പഠിച്ചായിരുന്നു അല്ലേ. എന്താണ് നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത് 1, 0, 0, 1-നേക്കാൾ എക്സീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ തിരിച്ച് 0, 0, 0-ലേക്കാക്കും. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എന്താണ് QBയും QDയും, അതിന് പകരമാണ് ഇവിടെ നമ്മൾ Q1-ഉം Q3-യും. ഓക്കെ, QB ഈസ് Q1, Q3 ഈസ് QD. നമ്മൾ ഈ വേരിയബിൾസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു NAND ഗേറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും 1 വരികയാണെങ്കിൽ ദാറ്റ് മീനിങ് ഈസ് 0 എന്നാണ്. അപ്പോൾ ആ 0 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലാം ക്ലിയർ ചെയ്യുക. സോ ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും 0 ആകും. അപ്പോൾ 0, 0, 1 വരെ കൗണ്ട് ചെയ്യത്തുള്ളൂ. ബാക്കി എന്ത് ചെയ്യും, നമുക്ക് കൗണ്ട് ചെയ്യത്തില്ല. അതാ 10 കൗണ്ട് ചെയ്യില്ല, 11 വരില്ല, 12 വരില്ല, 13 വരില്ല, 14 വരില്ല, 15 വരില്ല. എന്ത് ചെയ്യും, 9 കണ്ടു കഴിഞ്ഞാൽ നേരെ 0, 0, 0 എന്ന് പറയുന്നതിൽ കൊടുത്ത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൗണ്ടറാണ് ഡിക്കേഡ് കൗണ്ടർ അല്ലെങ്കിൽ BCD കൗണ്ടർ അല്ലെങ്കിൽ മോഡ് 10 കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അത് എഴുതിയിരിക്കുന്നത്. ക്ലോക്ക് പൾസ് 10 കൊടുക്കുന്ന സമയത്ത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കഴിഞ്ഞാൽ അടുത്തത് വരേണ്ടുന്നത് 10 എന്ന് പറയുന്നതാണ്. സോ 10-ൻ്റെ കേസിൽ എന്തായിരിക്കും, 0, 0, 0. ബാക്കി നമ്മുടെ കേസസിലെല്ലാം എന്ത് വരിക, ഡോൺ കെയേഴ്സ് വരിക. ഇവിടെ 1 ഇല്ല, 8, 9, 10, 11. ഓക്കെ, 10 വരികയാണെങ്കിൽ ആ സമയത്ത് എന്താ വരേണ്ടുന്നത്, 0. സോ 0 വരേണ്ടുന്ന കണ്ടീഷൻ ആയതുകൊണ്ടാണ് അവിടെ 1 നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ അത്രയും പൊസിഷൻ എന്തായിരിക്കും, നമുക്ക് ഡോൺ കെയർ കണ്ടീഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അസിൻക്രണസ് കൗണ്ടേഴ്സ്. അപ്പോൾ അസിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ Q ഔട്ട്പുട്ട് അല്ലെങ്കിൽ Q ബാർ ഔട്ട്പുട്ടാണ് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസായിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ അപ്പ് കൗണ്ടേഴ്സ്, അസിൻക്രണസ് കൗണ്ടേഴ്സിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് റിപ്പിൾ കൗണ്ടറാണ്. റിപ്പിളിൻ്റെ അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും പഠിച്ചു. ദെൻ 2-ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ, 3-ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ, അതുപോലെ തന്നെയാണ് 4-ബിറ്റും വരുന്നത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി കണക്ഷൻസും അതിനകത്ത് ചെയ്യുന്നതും എല്ലാം സെയിം തന്നെയായിരിക്കും. 2-ബിറ്റ് അസിൻക്രണസ് കൗണ്ടേഴ്സിനകത്ത് എന്ത് പ്രൊസീജിയറാണോ അത് തന്നെയാണ് 3-ബിറ്റിനകത്തും 4-ബിറ്റിനകത്തും വരുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് 2-ബിറ്റ് ആകുമ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പേ വരുള്ളൂ, 3-ബിറ്റ് ആകുമ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്, 4-ബിറ്റ് ആകുമ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കൗണ്ടിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. മോഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൗണ്ട് 5ആണ്. അപ്പോൾ 5 ചെയ്യണമെങ്കിൽ 0 to 4 വരെ ആകുമ്പോൾ 5. മോഡ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 7 കൗണ്ട് വരുന്നത് 0 to 6. അപ്പോൾ അതേമാതിരി ഓരോ കൗണ്ടുകളും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അത് സിങ്ക്രണസ് കൗണ്ടേഴ്സിനകത്ത് നമ്മൾ ഈസി ആയിട്ട് കൗണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ.
അപ്പോൾ ഇതാണ് അസിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെ കാര്യങ്ങൾ. സിങ്ക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാൻ ഒരുപാട് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാനുണ്ട്. അതിൽ നമ്മൾ 1-2 നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുന്നു, ബാക്കി നമ്മൾ തന്നെ ചെയ്ത് നോക്കുന്നു കൗണ്ടേഴ്സിന്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അസിങ്ക്രണസ് കൗണ്ടേഴ്സ്.